Ladies and boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് KNI വിഷ്വൽസ് പോലെ 3D സൂം ഇൻ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു വിഡ്ത്ത് 1080 ഹൈറ്റ് 9020 ഡ്യൂറേഷൻ 10 സെക്കൻഡ്സ്. ഞാൻ കുറച്ച് വീഡിയോസ് ആഡ് ആക്കി ടൈം ലൈനിൽ. ഈ വീഡിയോസ് എല്ലാം 3D ആക്കാൻ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്താൽ മതി. മോഷൻ ബ്ലറും ആഡ് ചെയ്തു ബൈ സെലക്ടിങ് ദിസ് ഐക്കൺ. ഫസ്റ്റ് ഞാൻ ഈ ടോപ്പ് വീഡിയോ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കി വീഡിയോസ് എല്ലാം ഞാൻ ഓഫ് ചെയ്തു ബൈ ക്ലിക്കിംഗ് ഹിയർ. ഇനി ഞാൻ എല്ലാ വീഡിയോസിലെയും സ്കെയിൽ സൈസ് ഡിക്രീസ് ചെയ്തു. സ്കെയിൽ സൈസ് 30. ഞാനൊരു സ്പൈറൽ വേ പോലെ ആണ് വീഡിയോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെ പൊസിഷൻ റൊട്ടേഷണൽ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇതുപോലെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഞാനൊരു 3D ക്യാമറ ആഡ് ആക്കുകയാണ്. റൈറ്റ് ക്ലിക്ക്, ന്യൂ ക്യാമറ. ഇനി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 1 വ്യൂ ചേഞ്ച് ചെയ്ത് 2 വ്യൂ ആക്കി. ആക്റ്റീവ് ക്യാമറ ചേഞ്ച് ചെയ്ത് ടോപ്പ് ആക്കി. ഈ കാണുന്ന ലൈനാണ് നമ്മുടെ ഈ വീഡിയോ. ഇത് നമ്മുടെ ക്യാമറ. സൂം ഇൻ ആൻഡ് ഔട്ട് ആക്കാൻ മൗസ് വീൽ സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ ആക്കിയാൽ മതി. വയലറ്റ് കളർ ആരോ സി ആക്സിസ്, റെഡ് എക്സും ആൻഡ് ഗ്രീൻ വൈ ആക്സിസും ആണ്. സോ ഞാൻ ഈ സി ആക്സിസ് ഇതുപോലെ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അറിയാം സൂം ഇൻ ആകുന്നത്. ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ ഓൺ ആക്കി എന്നിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പൊസിഷൻ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ആക്കി. നമ്മുടെ റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുന്നത് അറിയാം 2 വീഡിയോസിൻ്റെ ഡിസ്റ്റൻസ്. സോ ഞാൻ ഈ സെക്കൻഡ് വീഡിയോ ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഒരു സ്പൈറൽ പോലെയാണ് വീഡിയോസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പൊസിഷൻ റൊട്ടേഷൻ സ്കെയിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്തുള്ളൂ. ഇനി ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ആക്കി. ഇതെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ടാണ്. മേക്ക് ഇറ്റ് 3D. ഈ ഇമേജിൽ ഞാൻ ഇഫക്ട്സ് പ്രിസസിൽ പോയി ഗ്രേഡിയൻ്റ് റാമ്പ് ആഡ് ആക്കി. റാം ഷേപ്പ് റേഡിയൽ റാം. സ്റ്റാർട്ട് ഓൺ ഇൻ കളർ ബ്ലാക്ക്. ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ ഞാനൊരു 25 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ശ്രദ്ധിക്കുന്നത് അറിയാം ഈ ഒരു ലോങ് ലൈൻ ആണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഞാനിത് പ്ലേസ് ചെയ്ത് ഏറ്റവും ടോപ്പിലിട്ടു, വിച്ച് മീൻസ് ഏറ്റവും ബാക്കിൽ. സ്കെയിൽ സൈസ് സ്ലൈഡ്ലി ഇൻക്രീസ് ചെയ്ത് വെച്ചു. ഞാൻ ഈ വീഡിയോസ് എല്ലാം കുറച്ചും കൂടെ പൊസിഷൻ സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ഫിനിഷ് ആയതിനു ശേഷം ഞാൻ പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഫോർ ക്യാമറ അറ്റ് ദ ബിഗിനിങ്. ഞാനൊരു 4 സെക്കൻഡിൽ പോയി ക്യാമറ ഇതുപോലെ ടോപ്പിൽ വെച്ചു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. അതുപോലെ റൊട്ടേഷൻ ഓപ്പൺ ആക്കി സി റൊട്ടേഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. 4 സെക്കൻഡിൽ പോയി റൊട്ടേഷൻ ഞാനൊരു 50 ഡിഗ്രി ആക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. നെക്സ്റ്റ് ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്യുക. റീനെയിം ചെയ്ത് ടെസ്റ്റ് എന്ന് കൊടുത്തു. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ആക്കി. ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഞാൻ ഇഫക്ട്സ് പ്രീസസിൽ പോയി സേബിൾ പ്ലഗിൻ ആഡ് ചെയ്തു. ഇത് തേർഡ് പാർട്ടി പ്ലഗിൻ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലഗിൻ ഫ്രീ ആണ്. അണ്ടർ കസ്റ്റമൈസ് കോർ ടൈപ്പ് ടെസ്റ്റ് ലെയർ ടെസ്റ്റ് സെലക്ട് ചെയ്യുക. പ്രീസെറ്റിൽ പോയി നാരോ സെലക്ട് ചെയ്തു. കളർ വൈറ്റ്. ഗ്ലോ ഇൻറ്റൻസിറ്റി ആൻഡ് കോർ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് അണ്ടർ റെൻഡർ സെറ്റിംഗ്സ്, കോമ്പോസിറ്റ് സെറ്റിംഗ്സ്, ട്രാൻസ്പാരൻറ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ഈ ടെസ്റ്റ് ഔട്ട്ലൈൻ ആക്കുകയാണ്. അതിനായി റൈറ്റ് സൈഡിൽ പോയി ഈ കാണുന്ന സ്മോൾ ആരോ ഐക്കൺ സെലക്ട് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ബോത്ത് ലെയേഴ്സ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, Ctrl+D പ്രസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ മൺഡേ ചേഞ്ച് ചെയ്ത് ട്യൂസ്ഡേ ആക്കി. എന്നിട്ട് ഈ ന്യൂലി ക്രിയേറ്റ് സോളിഡ് ലെയർ സെലക്ട് ചെയ്യുക. അണ്ടർ സേബർ കസ്റ്റമൈസ് കോർ ടെസ്റ്റ് ലെയർ ട്യൂസ്ഡേ ടെസ്റ്റ് സെലക്ട് ചെയ്യുക.
ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ബാക്കി ടെസ്റ്റിലും ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഞാൻ ഈ ടെസ്റ്റ് സോളിഡ് ലെയർ സെലക്ട് ചെയ്തു, പ്രീ കമ്പോസ് റീനെയിം ചെയ്ത് മൺഡേ എന്ന് കൊടുത്തു. ഇതുപോലെ ബാക്കി ടെസ്റ്റിലും ഈ സെയിം സ്റ്റെപ്സ് അപ്ലൈ ചെയ്യുക. ന്യൂ ക്യാമറ ആഡ് ആക്കി, മേക്ക് ഓൾ ലേയേഴ്സ് 3D, അപ്ലൈ ബ്ലർ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ ലേയേഴ്സും ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഇനി പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഫോർ ക്യാമറ. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ക്യാമറ ഇതുപോലെ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. ഇപ്പോൾ സൂം ആകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റ് കാണാൻ പറ്റും. അത് മാറ്റാനായി എവിടെയാണോ ടെസ്റ്റ് സൂമിൻ ആനിമേഷൻ അവസാനിക്കുന്നത് അവിടെ നെക്സ്റ്റ് ടെസ്റ്റ് പ്ലേസ് ചെയ്യുക ഇതുപോലെ. നെക്സ്റ്റ് ഞാൻ റൊട്ടേഷൻ ഓപ്പൺ ആക്കി, എന്നിട്ട് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി റൊട്ടേഷൻ 50 ഡിഗ്രി ആക്കി. ഇനി മെയിൻ കോമിൽ പോയി ടെസ്റ്റ് കോം ടോപ്പിൽ പ്ലേസ് ചെയ്തു. സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയോ 3D ക്യാമറ ആഡ് ആക്കുകയോ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ടോപ്പിൽ പ്ലേസ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാനൊരു മൊബൈൽ ഫോൺ ഇമേജ് ആഡ് ആക്കി, ബിലോ 3D ക്യാമറയിൽ പ്ലേസ് ചെയ്ത് വെച്ചു. മേക്ക് 3D. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അറിയാം മൊബൈൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഞാനിത് ഡ്രാഗ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് അടുത്ത് വെച്ചു. ഞാൻ ഈ മൊബൈൽ ഫോൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ വരണം, അതുപോലെ സൂം ഇന്നും ചെയ്യണം. പുഷിംഗ് കീ ഫ്രെയിം സെറ്റ് ചെയ്ത് ഫോർ മൊബൈൽ ഫോൺ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ലെഫ്റ്റിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. അതുപോലെ റൊട്ടേഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി റൊട്ടേഷൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് 3D ക്യാമറയിൽ പോയി പൊസിഷൻ കീ ഫ്രെയിം ഓപ്പൺ ആക്കി, എന്നിട്ട് കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഇവിടെ. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ക്യാമറ ഇതുപോലെ സൂം ഇൻ ചെയ്തു. ഇനി ഈ 4 സെക്കൻഡ്സ് കഴിഞ്ഞുള്ള ബാക്കി പോർഷൻസിന്റെ ആവശ്യം വരുന്നില്ല. സോ ഞാൻ ഇത് ട്രിം ടു കോംബ് ഏരിയ സെലക്ട് ചെയ്തു. ഇനി കുറച്ച് സ്പൈസ് അപ്പ് ചെയ്യാൻ ഞാൻ ഈ ഓരോ വീഡിയോസിലും ഡ്രോപ്പ് ഷാഡോ ആഡ് ആക്കി. ഞാൻ ഓരോ വീഡിയോസിലും റൊട്ടേഷൻ ഓപ്പൺ ആക്കി, എന്നിട്ട് Y ആൻഡ് X ആക്സിസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വേണമെങ്കിൽ അണ്ടർ 3D ക്യാമറ ഓപ്ഷൻസ് ഡെപ്ത് ഓഫ് ഫീൽഡ് ഓൺ ചെയ്ത് ആപ്പർച്ചർ ആൻഡ് ഫോക്കൽ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലർ എഫക്റ്റ് കിട്ടും. ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. അന്താഴ്ച ബോയ്സ് ആൻഡ് ഗേൾസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.